ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആൽബിയുടെ വീട്ടിൽ വന്നിട്ട് ആ ഗുണ്ട ആൽബിയുടെ കാറിനടിയിൽ ബോംബ് വെച്ചിട്ടാണുള്ളത്. പക്ഷേ ഇതൊന്നും അറിയാതെ ആൽബിയും നമ്മുടെ സോണിയും കൂടെ രാത്രി വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പം ആൽബി ചോദിക്കുന്നുണ്ട്, ചാരുമോൾ ഉറങ്ങിയോ? ചാരുമോൾ ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് ഉറങ്ങും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കല്യാണിയുടെ അമ്മയുടെ കൂടെയാണ് ചാരുമോളും കല്ലുമോനും ഒക്കെ ഉറങ്ങാറ്, സോണി പറയുന്നുണ്ട്. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, നാളെ മുതൽ ചാരുമോളും നമ്മക്കൊപ്പാ. അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് സോണിയും പറയാണ്, എൻ്റെ മോളെ സ്വന്തം മോളെ പോലെ കാണുന്ന ആൽബിയേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പം ആൽബി സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട്, എടോ ചാരുമോൾ ഇനി നമ്മുടെ മോളല്ലേ. വിക്രം എന്ന് പറയുന്നവൻ ആ മോള് അവൻ്റേതാണെന്ന് അംഗീകരിക്കുന്നില്ലല്ലോ. ആ രീതിയിലാണല്ലോ അവരുടെ സംസാരമൊക്കെ. അപ്പോൾ സോണിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആൽബി ഓർത്തതുപോലെ പറയാണ്, പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അവനെ കണ്ടു. ആരെ? അവനെ തന്നെ, സോണിയുടെ മുൻ ഭർത്താവിനെ. അപ്പോൾ സോണി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കേട്ട് നിൽക്കുകയാണ്, എന്താണ് ആൽബി പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, ഞാൻ അവനെ മാക്സിമം സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി, എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സോണിയും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ അവൻ വിചാരിച്ചോട്ടെ. അവൻ്റെ അച്ഛൻ്റെയും വാക്കുകൾ കേട്ട് ആൽബിയേട്ടൻ എന്നെ മറന്നു അവനും അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മൂമ്മയും ഒക്കെ വിചാരിച്ചോട്ടെ. നാളെ കഴിയുന്നതോടെ എല്ലാം അവൻ അറിയുമല്ലോ. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, സോണിക്കൊരു അബദ്ധം പറ്റി, എങ്കിലും ആ ക്രിമിനലിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ. തന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് നല്ലതായതുകൊണ്ടാണ്. ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ ഒന്നിച്ചിരിക്കും സോണി. മരണത്തിനല്ലാതെ ഇനി നമ്മളെ വേർപിരിക്കാൻ പറ്റില്ല. സോണിക്ക് അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാവുകയാണ്. ആ മരണത്തിനല്ലാതെ വേർപിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയം തന്നെ കാണിക്കുന്നത് ആൽബിയുടെ കാറിനടിയിൽ ആ ഗുണ്ട വെച്ചിട്ടുണ്ടായിരുന്ന ബോംബിനെ കൊണ്ടാണ്. അങ്ങനെ ഇതൊന്നും അറിയാതാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷിച്ച ആ ഒരു സന്തോഷത്തിൽ ആൽബി പറയുന്നുണ്ട്, സോണി കിടന്നോ, നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ. എനിക്കിനി കിടന്നാലും ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സോണി പുഞ്ചിരിച്ചോട് ചോദിക്കുന്നുണ്ട്, അതെന്താ? അല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ? അങ്ങനെ ആഗ്രഹിച്ച് കിടക്കുമ്പോൾ രാത്രി ഒരു ഭാരമായിട്ട് തോന്നില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പകലായാൽ മതിയെന്ന് തോന്നാറില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ് ആൽബി സംസാരിക്കുന്നത്. അതേപോലെ തന്നെ സോണിയും തിരിച്ചു പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ്. എന്നാൽ പിന്നെ സോണി കിടന്നോ? അപ്പം സോണിയും പറയുന്നുണ്ട്, ശരി ആൽബേട്ട ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ രണ്ടുപേരും നാളെ നടക്കാൻ പോകുന്ന വിവാഹത്തിനെക്കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ഒരു പ്രണയ മൂഡിൽ തന്നെ ഇരിക്കുകയാണ്. അതേസമയം ആൽബിയുടെ കാറിനിടയിൽ നിന്നും ബോംബിൻ്റെ ആ ഒരു സൈറൺ മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നേരം വെളുത്തപ്പോഴേക്കും സോണിയെ ഒരുക്കുന്ന തിരക്കിലാണ് രൂപയും കല്യാണിയും. അപ്പം വളരെ മനോഹരിയായിട്ടാണ് സോണി ഉണ്ടായിരുന്നത്. കാരണം ഒരു ട്രഡീഷണൽ കല്യാണ വേഷത്തിൽ അതിസുന്ദരിയായിട്ട് ഒരുപാട് ഗോൾഡൊക്കെ ഇട്ടിട്ട് അണിഞ്ഞൊരുങ്ങി നിന്ന് സോണിയെ നോക്കിയിട്ട് രൂപ കല്യാണിയോട് പറയുന്നുണ്ട്, മോളുടെ ആദ്യ വിവാഹത്തെപ്പറ്റി ഞാൻ ആലോചിക്കുമായിരുന്നു. അന്ന് മോളെ അണിയിച്ചൊരുക്കാൻ 2 ബ്യൂട്ടീഷ്യൻസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ശരിക്കും നമുക്ക് കല്യാണിയെ ശരിക്കൊന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. അത് കേൾക്കുന്ന സമയത്ത് കല്യാണി സ്നേഹത്തോടെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ സോണിയും പറയുന്നുണ്ട്, അന്നൊക്കെ ഇവൾ മറഞ്ഞു നടക്കുമല്ലായിരുന്നോ? എല്ലാവരുടെയും മുന്നിലേക്ക് വരാൻ ഇവൾക്ക് പേടിയല്ലായിരുന്നോ? അപ്പോൾ കല്യാണിയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ മറഞ്ഞു നടന്ന എന്നെ എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവന്നത് ഈ അമ്മയുടെ മോൻ തന്നെയാണ്. അത് കേൾക്കുന്ന സമയത്ത് രൂപക്ക് ഒത്തിരി സന്തോഷമാവാണ്. അതുപോലെ തന്നെ സോണിയും പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പം കല്യാണി കുറച്ച് വിഷമത്തോടെ പറയാണ്, എൻ്റെ ജീവിതം താറുമാറായിപ്പോയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി സങ്കടമായിരുന്നു. ഏത് അമ്പലത്തിൽ പോയാലും എനിക്കൊരു നല്ല ജീവിതം കിട്ടണേന്നായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. വിഷമത്തോടു കൂടിയാണ് സോണിയും അതുപോലെ തന്നെ രൂപയും കേട്ട് നിൽക്കുന്നത്. പിന്നെ ഓർത്തെടുക്കുന്നത് പോലെയാണ് കല്യാണി സംസാരിക്കുന്നത്. വലിയ കാശുകാരനെയോ വലിയ പഠിപ്പുകാരനെയോ കിട്ടണമെന്ന് അമ്മയ്ക്കും വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എനിക്ക് നല്ലൊരു കൂട്ട് കിട്ടണമെന്നും പിന്നെ അമ്മയുടെ കാലശേഷം എനിക്ക് സമാധാനത്തോടെ എവിടെയെങ്കിലും ജീവിക്കാൻ സാധിക്കണം എന്നൊക്കെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കണം കിരണേട്ടൻ്റെ മുന്നിൽ ഞാൻ ചെന്ന് പെട്ടത്. കല്യാണി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ രൂപയും പറയുന്നുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട് കിരൺ ആ സമയത്തൊക്കെ ഇവിടെ വന്ന് മോളെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ കല്യാണി അത് കേട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, മോൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവൻ സരയുവിനെ മറന്നു തുടങ്ങിയത്. അപ്പോൾ സോണിയും പറയുന്നുണ്ട്, അത് ഏട്ടൻ്റെ നല്ല സമയവും ഭാഗ്യവും കൊണ്ടാണെന്ന് കരുതിയാൽ മതി അമ്മേ. അപ്പോൾ കല്യാണിയും പറയുന്നുണ്ട്, അതുപോലൊരു ഭാഗ്യമാണ് ഇപ്പോൾ സോണിയെ തേടി വന്നിരിക്കുന്നത്. എൻ്റെ കിരണേട്ടനെ പോലെ തന്നെ നല്ലൊരാളെ കിട്ടിയില്ലേ? അപ്പോൾ രൂപ പറയുന്നുണ്ട്, ഇത് കുറച്ചുകൂടെ നേരത്തെ ആയാൽ മതിയായിരുന്നു. അപ്പോൾ സോണി ചോദിക്കുക, അമ്മ എന്താ ഈ പറയുന്നേ? കുറച്ചുകൂടെ നേരത്തെ ആൽബിയേട്ടൻ എന്നെ ആലോചിച്ചാൽ ഈ കല്യാണം നടക്കുമായിരുന്നോ? അതെന്താ എന്നൊരർത്ഥത്തിൽ രൂപ ഇങ്ങനെ സോണിയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ സോണി പറയുന്നുണ്ട്, ആ സമയത്താണെങ്കിൽ ജാതിയും മതവും ഒക്കെ പറഞ്ഞേനെ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് ആൽബിയേട്ടനെ എനിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ രൂപൻ ചിരിച്ചുകൊണ്ട് പറയും, അത് ശരിയാ. അതിനുശേഷം സോണി എഴുന്നേറ്റ് നിർത്തിയിട്ട് കല്യാണി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടമ്മേ?
എന്താ ചോദിക്കാനുള്ളത്? ഒരുക്കാൻ അറിയുന്ന ആൾ തന്നെയല്ലേ ഒരുക്കിയിരിക്കുന്നത്. രൂപ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന കേട്ടപ്പം കല്യാണിയും സോണി ഒരുപോലെ ചിരിക്കുകയാണ്. അതേസമയം പപ്പയും മമ്മിയും കൂടെ തകൃതിയായിട്ട് നമ്മുടെ ആൽബിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ചായൻ പറയുന്നുണ്ട്, അവിടെ സോണി മോളെ കല്യാണിയും രൂപയൊക്കെ കൂടിയാണ് ഒരുക്കുന്നത്, അതുകൊണ്ട് ബ്യൂട്ടീഷ്യൻ്റെ ആവശ്യമില്ല അല്ലേടി, ഇവിടെയും ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആൽബിയോട്. അതിനുശേഷം അച്ചായൻ പറയുന്നുണ്ട്, ആ മുഖം ഇങ്ങോട്ട് കാട്ടിയേ. പപ്പ എൻ്റെ മുഖത്തേക്ക് പൗഡർ ഇടണ്ട, നോക്ക് ഇന്നെൻ്റെ കല്യാണ ഡ്രസ്സാണ്, കല്യാണ ദിവസമാണ്, അല്ലാതെ ഫാൻസി ഡ്രസ്സല്ല, ദയവ് ചെയ്ത് എന്നെ കൊളാക്കരുത്. അപ്പോൾ അച്ചായൻ പറയുന്നുണ്ട്, എടാ നീയൊന്ന് ഇത്തിരി വെളുത്തോട്ടെ എന്ന് കരുതിയിട്ടല്ലേ ഞാൻ പൗഡർ ഇട്ടത്. അപ്പോൾ ആൽബിൻ തിരിച്ചു പറയും, അങ്ങനെ വെളുക്കാനാണെങ്കിൽ എൻ്റെ മുഖത്ത് കുറച്ച് പെയിൻ്റ് അടിക്കാം, അതല്ലേ കുറച്ചുകൂടെ നല്ലത്. ആൽബി കളിയാക്കുമ്പോൾ അയാളിങ്ങനെ ഒരു പൊട്ടനായ പോലെ നിൽക്കുകയാണ്. അപ്പം മമ്മി ചിരിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ചിരിക്കുന്നത്, അത്രയ്ക്ക് ബോറാണോ? കുറച്ച് ബോറാ. ഇവർ ഈ മുറിയിൽ വെച്ച് സംസാരിക്കുന്ന സമയം അത്രയും ആൽബിയുടെ വണ്ടിയുടെ അടിയിൽ നിന്നും ആ ബോംബ് ഇങ്ങനെ ബീപ്പ് ബീപ്പ് എന്നുള്ള ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മമ്മി ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ചാരുമോൾ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ മോനെ? അപ്പോൾ ആൽബി ചോദിക്കുകയാണ്, എന്താ കൊണ്ടുവരണ്ടേ? കൊണ്ടുവരണം, അതാ ചോദിച്ചത്. അപ്പോൾ ആൽബിൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോൾ അമ്മയെ വിട്ട് നിൽക്കില്ല മമ്മി, ഇനിയിപ്പോൾ എനിക്കും ചാരുമോളെ സോണിയുടെ വീട്ടിൽ വിട്ടിട്ട് വരാൻ താല്പര്യമില്ല, അതുകൊണ്ട് മിന്നുകെട്ടല്ലേ കുഞ്ഞിനെ കിരണിൻ്റെ അമ്മയുടെയോ അടുത്ത് നിർത്തണമെന്ന് പറഞ്ഞാലൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം മമ്മി പുഞ്ചിരിക്കുകയാണ്. അപ്പോഴും ആൽബി പറയുന്നുണ്ട്, കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ സോണിക്കാവില്ലെന്ന് എനിക്കറിയാം, പിന്നെ ഇന്നത്തെ ദിവസം സോണിയെ വേദനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ പപ്പ? അപ്പം അച്ചായനും പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ കുഞ്ഞിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമയം പോകത്തില്ലടാ മോനെ. അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് മമ്മിയും ചോദിക്കുന്നുണ്ട്, അല്ല എന്നാ നമ്മൾ പാർട്ടി അറേഞ്ച് ചെയ്യുന്നത്? അപ്പം അച്ചായൻ പറയാം, അതിനുള്ള ഡേറ്റൊക്കെ നമുക്ക് തീരുമാനിക്കാം, ആദ്യം താലി കെട്ടങ്ങ് കഴിയട്ടെ. അപ്പം മമ്മിയും പുഞ്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ആൽബി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുകയാണ്, മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അച്ചായൻ പറയുന്നുണ്ട്, ആഹാ നീ മുടിഞ്ഞ ഗ്ലാമറാടാ. അപ്പം ആൽബി മമ്മിക്ക് നേരെ കണ്ണിറുക്കുകയാണ്. ഞങ്ങൾക്കൊന്നും നിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും കഴിയത്തില്ല, എന്നെ കണ്ട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇയാൾ അമേരിക്കയിൽ തന്നെയാണോ താമസം എന്ന്. അപ്പോൾ ആൽബി വീണ്ടും മമ്മിയെ നോക്കിയിട്ട് ചിരിക്കുകയാണ് കുസൃതിയായിട്ട്. അപ്പം അച്ചായൻ പറയുന്നുണ്ട്, പിന്നെ ഈ ഇട്ടിരിക്കുന്ന കോട്ടിൻ്റെ മെച്ചേ ഉള്ളൂ. അപ്പോൾ ആൽബി വീണ്ടും പറയും, അത് ശരിയാ, പലരും മമ്മിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മമ്മി എങ്ങനെയാ പപ്പയെ കല്യാണം കഴിച്ചതെന്ന്. അപ്പോൾ അച്ചായൻ പറയുന്നുണ്ട്, അത് ആര് ചോദിച്ചാലും അതിന് വ്യക്തമായ മറുപടി നിൻ്റെ മമ്മി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പം മമ്മിയും തലയാട്ടുന്നു പുഞ്ചിരിച്ചുകൊണ്ട്. അപ്പോൾ അച്ചായൻ പറയാ, ഈ ജന്മം കർത്താവ് കൊടുത്ത ദാനാണെന്നാണ് നിൻ്റെ മമ്മി ഇടയ്ക്കിടയ്ക്ക് പറയാറ്. അപ്പോൾ അവർ അച്ചായനൊന്ന് നോക്കിയിട്ട് പറയും, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അച്ചായൻ ചെറുതായിട്ട് പതറിക്കൊണ്ട് പറയും, അല്ല പറഞ്ഞു നീ മറന്നുപോയതാ, ഒന്ന് ഓർത്ത് നോക്ക്. അപ്പോൾ അവർ പുഞ്ചിരിച്ചിട്ട് ആ വിഷയം വെറുതെ വിടുകയാണ്, പ്രശ്നമാക്കാതെ. അപ്പം ആൽബിയും പറയുന്നുണ്ട്, അതെന്തായാലും സത്യമാണ്, അതുപോലെ തന്നെ കർത്താവ് എനിക്ക് ഇന്ന് തന്ന ദാനമാണ് പപ്പയുടെ സുഹൃത്തിൻ്റെ മകളും. അപ്പം അച്ചായനും പറയുന്നുണ്ട്, സത്യം പറയാലോ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുക ഞാൻ, എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക. അതിനുശേഷം ആൽബി ഒന്നുകൂടെ കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് സ്വന്തം സൗന്ദര്യം റെഡിയായോ എന്നൊക്കെ നോക്കുകയാണ്, അടിപൊളിയായോ എന്നൊക്കെ. അതിനുശേഷം മമ്മിയും പപ്പയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അതേ സമയത്തും ആൽബിയുടെ കാറിനടിയിൽ നിന്നും ആ ബോംബിൻ്റെ നിന്നും ഈ ശബ്ദം വരുന്നുണ്ട്, ബീപ് ബീപ് എന്നായിട്ട്. കിരണും സേനനും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, കാരണം അവർ US നിന്ന് വന്നതിന് ശേഷം കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടല്ലോ, 2 മക്കളുടെയും കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയല്ലേ? അപ്പോൾ സേനൻ പറയുന്നുണ്ട്, നിൻ്റെ കല്യാണത്തിന് വേഷം മാറിയിട്ടല്ലേ ഞാൻ വന്നത്, പിന്നെ മോളുടെ കല്യാണമാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ കിരൺ പറയാ, അതിപ്പോൾ കഴിയുമല്ലോ. അപ്പോൾ സേനൻ പുഞ്ചിരിക്കുകയാണ്. അതിനുശേഷം അയാൾ പറയുന്നുണ്ട്, ഏറ്റവും ഭാഗ്യമില്ലാത്തൊരു ജന്മമാണ് എൻ്റേതെന്നാണ് മുൻപൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്നാലേ ഇപ്പം അതൊക്കെ മാറി, സമയം തെളിഞ്ഞപ്പോൾ ഭാഗ്യവും സന്തോഷവും പിന്നാലെ വന്നു എന്ന് വേണം കരുതാൻ. അപ്പോഴേക്കും കല്യാണിയും രൂപയും കൂടെ സോണിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, ദേ അവർ വന്നു. സോണി അരികിലേക്ക് വന്നപ്പോൾ കിരൺ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ കല്യാണ പെണ്ണ് അതിസുന്ദരി ആയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സേനൻ വേഗം പറയും, അതിനെ അഭിനന്ദിക്കേണ്ടത് നിൻ്റെ ഈ നിൽക്കുന്ന ഭാര്യയാ. അപ്പോൾ കല്യാണി ഞാനാന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലയാട്ടുകയാണ്. അപ്പോൾ രൂപയും പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതിനുശേഷം സോണിയെ നോക്കിക്കൊണ്ട് അയാൾ പറയാണ്, വാടാ. അപ്പം മക്കളോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഇപ്പോൾ സോണി അച്ഛൻ്റെ നേരെ പോകുന്ന സമയത്ത് അച്ഛൻ കെട്ടിപ്പിടിക്കുകയും അയാൾ മകളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യാണ്. അതേസമയം തന്നെ അയാളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. കാരണം ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോഴുള്ള അച്ഛൻ്റെ സങ്കടം സോണിയുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സോണി നേരെ ഏട്ടനെ കെട്ടിപ്പിടിക്കുകയാണ്, ആ ഒരു ബഹുമാനത്തോടെയും സ്നേഹത്തോടെയൊക്കെ. ആ സമയം കൊണ്ട് സേനൻ വേഗം കണ്ണു തുടക്കുകയാണ്. അതിനുശേഷം കിരണിനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം വീണ്ടും പോയിട്ട് രൂപയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും കണ്ണ് നിറയാണ്. സോണി ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണല്ലോ, ആ ഒരു സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞൊരു കണ്ണീര്. അപ്പം വേഗം തന്നെ സേനൻ പറയുന്നുണ്ട്, ദേ വെറ്റിലയും പാക്കുമൊക്കെ റെഡിയാ, വേഗം ദക്ഷിണ കൊടുക്ക്, എന്നിട്ട് നമുക്ക് ഇറങ്ങാം.
അങ്ങനെ കിരൺ എടുത്തു കൊടുത്ത് വെറ്റിലയും പാക്കും ആദ്യം അച്ഛനും പിന്നീട് അമ്മയ്ക്കും അതിനുശേഷം കിരണിനും ഒക്കെ നീട്ടിയിട്ട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് സോണി. അപ്പം അവസാനമായിട്ട് കിരണിന് കൊടുത്തപ്പോൾ കിരൺ വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് രൂപ പറയാണ് ഇനി കല്യാണി മോൾക്ക് കൂടെ ദക്ഷിണ കൊടുക്കുമെന്ന്. അപ്പം കല്യാണി പെട്ടെന്ന് തന്നെ പറയും അയ്യോ അത് വേണ്ട, ഞങ്ങൾ ഒരേ പ്രായക്കാരല്ലേ. അപ്പോൾ സേനൻ വേഗം പറയും ഒരേ പ്രായക്കാരാണെങ്കിലും കല്യാണി മോളിപ്പോൾ സോണി മോളുടെ ഏട്ടൻ്റെ ഭാര്യയുടെ സ്ഥാനത്താണ്, ഏട്ടത്തെ അമ്മയ്ക്ക് തുല്യമാണ്, അതുകൊണ്ട് ദക്ഷിണ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ കല്യാണി അതൊന്നും വേണ്ടായിരുന്നു എന്നൊരർത്ഥത്തിൽ ഇങ്ങനെ തലയാട്ടുകയാണ്. അപ്പോൾ സോണി പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ കൊടുക്കും, കല്യാണിയുടെ പാദത്തിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നിട്ട് കല്യാണിക്കും ദക്ഷിണ കൊടുത്തതിന് ശേഷം കാലിൽ തൊട്ട് തൊഴാൻ പോകുമ്പോഴേക്കും കല്യാണി വേഗം അത് തടയാണ്. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പിടിക്കുകയാണ്. സ്നേഹത്തോടുള്ള രണ്ട് സഹോദരിമാരുടെ ഒരു കെട്ടിപ്പിടുത്തം. അത് കാണുന്ന സമയത്ത് കിരണിൻ്റെയൊക്കെ കണ്ണ് നിറയുന്നുണ്ട്. അതിനുശേഷം കിരൺ പറയുന്നുണ്ട് അപ്പോഴേ രണ്ട് കുട്ടികൾ ഇവളുടെ അമ്മയുടെ അടുത്താണ്, ഞാൻ അവരെയൊക്കെ കൂട്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ രൂപ സേനനോട് ചോദിക്കുന്നുണ്ട് ആൽബിമോ പുറപ്പെട്ടോ ചന്ദ്രേട്ടാ? ഏകദേശം പുറപ്പെടാറായി, എന്തായാലും നമ്മൾ എത്തിയിട്ട് അവരവിടെ എത്തുള്ളൂ. അപ്പോൾ രൂപ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണിയുടെ മുഖത്തുള്ള ഭാവമാറ്റം കാണുന്ന സമയത്ത് സേനൻ ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ ഇന്നലെ മോൾ ഉറങ്ങിയില്ലേ, മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കല്യാണി പറയുന്നുണ്ട് ഇല്ല അച്ഛാ, എനിക്കെന്തോ ഇന്നലെ ഉറക്കം വന്നില്ല. അപ്പോൾ രൂപയുടെ മുഖം ചെറുതായിട്ട് മാറുകയാണ്, ഒരു ടെൻഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രൂപ ചോദിക്കുകയാണ് എന്ത് പറ്റി മോളെ? അപ്പോൾ കല്യാണി വേഗം ചിരിച്ചുകൊണ്ട് പറയും ഏയ് ഒന്നുമില്ല അമ്മേ. പക്ഷേ ആ സമയം തന്നെ കല്യാണിയുടെ മുഖത്ത് ടെൻഷൻ നിറയാണ്. അതിനുശേഷം കല്യാണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നലെ ദുസ്വപ്നങ്ങൾ ഒരുപാട് കണ്ടു, അങ്ങനെയൊന്നും സംഭവിക്കല്ലേ ഭഗവാനെ. കിരൺ വീട്ടിൽ വന്ന സമയത്ത് രണ്ട് കുട്ടികളും ശാന്തേടത്തിയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ കിരൺ വേഗം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും ആഹാ രണ്ടുപേരുടെ മുത്തശ്ശി എവിടെ പോയി, രണ്ടുപേരും തനിച്ചാക്കി അമ്പലത്തിൽ പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ വരണോ മോനെ രജിസ്റ്റർ ഓഫീസിലേക്ക്, അല്ലെങ്കിൽ വീടിന് കാവലായിട്ട് ഇവിടെ നിന്നാൽ മതിയോ? അപ്പോൾ കിരൺ ചിരിച്ചുകൊണ്ട് പറയും ഇന്നിപ്പോൾ വീട്ടിനകത്ത് ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അമ്മയുടെ വീട്ടിലാണ് ഇന്ന് എല്ലാവർക്കും ഫുഡ് ഒരുക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ചേച്ചിയും പോര്. അപ്പോൾ അവരും പറയും എന്നാൽ ഞാൻ വരാം മോനെ. അങ്ങനെ അവരെയും കൂട്ടി രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് കിരൺ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ അടുത്ത വീട്ടിലെ ജനാലയെ കൂടെ ഷാരിയും അതുപോലെ തന്നെ സരിയും പിന്നെ നമ്മുടെ രാഹുലും ഒക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം അവരുടെ ഏറ്റവും മെയിനായിട്ടുള്ള പണി അതാണല്ലോ, ആ റൂം വീട്ടിലുള്ള ജനലിൽ കൂടി ഇവരെ നോക്കൽ. അപ്പോൾ സരി ദേഷ്യത്തോടെ ഷാരിയോട് പറയുന്നുണ്ട് ദേ നോക്ക് കല്യാണത്തിന് പോവുക. രാഹുൽ നോക്കുന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ആയിട്ട് മനോഹർ നിൽക്കുന്നുണ്ട്. അപ്പം കുറച്ചു നേരം നോക്കിയതിന് ശേഷം മനോഹർ പറയാണ് സോണിയുടെ കല്യാണം പകുതി സ്വത്ത് പോയി, ഇനിയിപ്പോൾ എന്താ പരിപാടി? അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ ചോദിക്കും എൻ്റെ പരിപാടി എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? അല്ല പറയണമെന്നില്ല, പിന്നെ നമ്മൾ തമ്മിലൊരു ഡീലുണ്ടല്ലോ, അത് കൃത്യമായിട്ട് നടന്നില്ലെങ്കിലേ നിങ്ങളുടെ മോള് പ്രസവിക്കും. അപ്പോൾ രാഹുൽ ഇങ്ങനെ ഞെട്ടി നിന്നെടുത്ത് നിൽക്കും. അതിനുശേഷം ആദ്യത്തെ ഷോക്ക് മാറിയപ്പോൾ പറയും ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ മുങ്ങുന്നതല്ലേടാ നിൻ്റെ രീതി. അപ്പം മനോഹരം പറയും അതാണ് എൻ്റെ രീതി, പക്ഷേ ആ സമയത്തെ നേടേണ്ടതെല്ലാം ഞാൻ നേടിയിരിക്കും, എന്നിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ മാത്രം പക്ഷെ ഒന്നും കിട്ടാഞ്ഞത്, അല്ലെങ്കിലേ ഞാൻ എന്നെ ഒഴിഞ്ഞു പോയനെ. ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, എന്നെ ഏതെങ്കിലും തരത്തിൽ ചതിക്കാൻ നോക്കിയാൽ ഇവിടെ ഒരു ബോംബിട്ടിട്ടേ ഞാൻ പോവും. ആ ബോംബിൻ്റെ ആഘാതത്തിലുണ്ടല്ലോ താൻ വെന്തുരുകിപ്പോവും. രാഹുൽ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് കേട്ട് നിൽക്കുകയാണ്. അതൊഴിവാക്കാൻ പെട്ടെന്ന് വേണ്ടത് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ സേനനും നിങ്ങളുടെ പെങ്ങളും ഒരുമിച്ച് കഴിഞ്ഞു, ഇനി അതിനിടയിലേക്ക് നിങ്ങൾക്ക് വലിഞ്ഞു കയറി ചെല്ലാൻ പറ്റുമോടോ? അപ്പോൾ രാഹുൽ പറയൂ അതൊന്നും നീ അറിയണ്ട, നിൻ്റെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും നടത്തി തന്നിരിക്കും. അത് മതി, മനോഹർ പുഞ്ചിരിയോടെ പറയാണ്. അത് കഴിഞ്ഞ് തിരിയുമ്പോഴേക്കും ഷാരിയും സരയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രാഹുലിനോട് പറയാണ് കണ്ടോ അനന്തരവളുടെ കല്യാണത്തിന് അയലത്തുനിന്ന് ആൾക്കാർ പോകുന്നത് കണ്ടോ? പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, പോയിട്ട് വന്നൂടെ? രാഹുലിനോട് ചോദിക്കുകയാണ്. അപ്പോൾ രാഹുൽ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ മുഖം തിരിക്കുന്നുണ്ട്. അപ്പം മനോഹർ പറയാണ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ടാണ് കല്യാണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്, അതുകൊണ്ട് സദ്യ കാണത്തില്ലായിരിക്കും, പിന്നെ പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. അതായത് രാഹുൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നുള്ള അർത്ഥത്തിൽ മനോഹർ കളിയാക്കുകയാണ്. അപ്പോൾ രാഹുൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് മനോഹറിനെ. എന്നിട്ട് ആ ദേഷ്യത്തിൽ രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ നാട്ടിൽ നടക്കുന്ന എല്ലാ കല്യാണത്തിനും സദ്യ ഉണ്ടാൻ നടക്കുന്നത് ഞാനല്ല നീയാടാ. മനോഹർ ഒന്നും പറയാതെ താഴ്മയോടെ നിൽക്കുന്ന കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് ഷാരി പറയും എൻ്റെ മരുമോൻ ഇവിടെ നേരാൻ വേണ്ട സദ്യ ഉണ്ടാക്കിയാൽ പോലും കഴിക്കത്തില്ല, പിന്നല്ലേ നാട് നീളെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ സരയുവിനും ദേഷ്യം വരികയാണ്. നാക്കിനെല്ലില്ലെന്ന് കരുതി എൻ്റെ മനുവേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. അപ്പോൾ ഷാരി രാഹുലിൻ്റെ നോട്ടം കണ്ടിട്ട് ദേഷ്യത്തോടെ പറയും പകുതി സ്വത്ത് കളഞ്ഞിട്ടിരിക്കുക ഒന്നും ചെയ്യാതെ. ഇന്നും മറുപടി പറയാതെ രാഹുൽ കേട്ട് നിൽക്കുകയാണ്. ഷാരി പറയുന്നുണ്ട് പെങ്ങളും അവളുടെ ഭർത്താവും സ്നേഹത്തിലാണെന്ന് അറിഞ്ഞിട്ടും. അപ്പോൾ മനോഹർ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും സമനില തെറ്റിയത്. അപ്പോൾ ഷാരി പറയാ ഇങ്ങേർക്ക് ഇതൊക്കെ നേരത്തെ അറിയാം, അവർ തമ്മിൽ ഒരുമിച്ചെന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങേരുടെ പിരി പോയത്. അപ്പോൾ രാഹുൽ ക്ഷമ നശിച്ചിട്ട് പറയും നീയൊക്കെ നിൻ്റെയൊക്കെ പാട് നോക്കി പോവാൻ നോക്ക്.
അപ്പോൾ ലാസ്റ്റ് സരയും പറയും, എന്തു പറഞ്ഞാലും ഇങ്ങനെ ചൂടായിട്ട് സംസാരിച്ചാൽ മതിയല്ലോ, മനുവേട്ടനെ ഒഴിവാക്കിയിട്ട് ദേ ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ മനോഹർ സംശയത്തോടു കൂടി രാഹുലിനെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സരയുവിനോട്, അതെന്താ പറയാത്തത്? എന്നെ ഒഴിവാക്കിയിട്ട് വേറെ ആരെങ്കിലും കൊണ്ടുവരാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നോ? പെട്ടെന്ന് തന്നെ ഷാരി ഇടയിൽ കയറുകയാണ്. ഏയ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഷാരി ദേഷ്യത്തോടു കൂടി സരയുവിനെ നോക്കുന്നുണ്ട്. എന്താ എവിടെയാ പറയേണ്ടതെന്ന് അറിയില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം മനോഹർ പറയുന്നുണ്ട് രാഹുലിനെ നോക്കിക്കൊണ്ട്, തലച്ചോറിന് സ്ഥാനഭംഗം ഉണ്ടായാൽ അങ്ങനെയൊക്കെ ചിന്തിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഇപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന സമയമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും മിണ്ടാതെ കേട്ടിരിക്കാം. അതിനത്ര വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ സരയും പരസ്പരം മുഖത്തോടെ നോക്കുകയാണ്. അപ്പം മനോഹർ വലിയ താല്പര്യമില്ലാത്ത മട്ടില്ല. അതിനുശേഷം രാഹുലിനെ നോക്കിക്കൊണ്ട് കണ്ണിറുക്കുകയാണ്. ഇതൊക്കെ ഇവരെ പറ്റിക്കുന്ന അർത്ഥത്തിൽ. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയും, ദേ നീ ഇവനെ വിളിച്ച് പോകാൻ നോക്ക്. അപ്പോൾ സരയും പറയും, പോവാൻ തന്നെയാണ് പോകുന്നത്, വീട്ടിനുള്ളിലേക്കല്ല അമേരിക്കയിലേക്ക്. ഞങ്ങൾ ഉടനെ തന്നെ പോവും. അപ്പോൾ ഷാരി ഏറ്റുപിടിക്കുകയാണ്, അതെ 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 ഉടനെ ഞങ്ങൾ പോവും, അല്ലാതെ എത്രയെന്ന് വെച്ചിട്ട് ഒരു വട്ടനെ സഹിക്കുന്നത്. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ നോക്കുന്ന കാണുമ്പോൾ ഷാരി വേഗം പറയും, അയ്യോ ഒന്നുമില്ല, അറിയാതെ പറഞ്ഞു പോയതാ. എന്നിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവാണ്. തൊട്ട് പിന്നാലെ തന്നെ മനോഹറും സരയുവിനെ കൂടെ തന്നെ പോവാണ്. എല്ലാവരും പോയതിനു ശേഷമാണ് രാഹുലിൻ്റെ ഫോൺ ബെല്ലടിയുന്നത്. ഫോൺ എടുത്ത് നമ്പർ നോക്കിയതിന് ശേഷം അയാൾ ചോദിക്കുന്നുണ്ട്, എന്തായടാ? അങ്ങേ തലക്കിൽ നിന്നും കാറ് ബ്ലാസ്റ്റ് ആയതിൻ്റെ ഒരു ശബ്ദമാണ് രാഹുൽ കേൾക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.